വിശദമായ വാർത്തകളിലേക്ക്. ദൈവപുത്രന്റെ പിറവിയുടെ ഓർമ്മ പുതുക്കി നാടും നഗരവും ക്രിസ്തുമസ് ആഘോഷത്തിൽ. ഉണ്ണിയേശുവിന് കൂറ്റൻ പുൽക്കൂടും ജ്ഞാനികര് വഴികാട്ടിയ നക്ഷത്രങ്ങളും മധുരപലഹാരങ്ങളുമെല്ലാമായി പള്ളികളും വീടുകളും ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്തുമസ് കൂടി വന്നെത്തി. ക്രിസ്തീയ മതവിഭാഗത്തിനു മാത്രം നിലനിന്നിരുന്ന ക്രിസ്തുമസ് ഒരു മതവിഭാഗത്തിന്റെ ആഘോഷത്തിനപ്പുറം എല്ലാ ദേശങ്ങളിലും ഏവർക്കും സന്തോഷം പകരുന്ന ആഘോഷമാണ്. മിക്ക സ്ഥലങ്ങളിലും പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനുമുള്ള ഒരവസരം കൂടിയാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. വീടുകളിലും പള്ളികളിലും ക്രിസ്തുമസ് രാവിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയും കേക്കുകളുമെല്ലാമായി നഗരത്തിൽ വിപണികളും സജീവമായിട്ടുണ്ട്. വീടുകളിലും പള്ളികളിലും വിപുലമായി തന്നെയാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് സിറ്റിയിലെ ജനങ്ങൾക്ക് എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം നൽകുന്ന രീതിയിൽ ഈ പുൽക്കൂട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പള്ളികളിൽ കൂറ്റൻ പുൽക്കൂടുകൾ തയ്യാറായി. ബത്ലഹേം ഗ്രാമത്തിൽ പ്രവേശിച്ച കാഴ്ചയാണ് പള്ളികളിൽ കാണുന്നത്. ഉണ്ണിയേശുവും അമ്മ മേരിയും ജോസഫും ജ്ഞാനികനും ആട്ടിയടന്മാരും എല്ലാമായി ദൈവപുത്രന്റെ ആഗമനത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ടാണ് പുൽക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ വർണ്ണങ്ങളിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുടെയും മാലാഖമാരുടെയും സാന്നിധ്യമുണ്ട്. കൂടാതെ ക്രിസ്തുമസ് കരോളും വിശുദ്ധ ഗീതങ്ങളും പള്ളികളിൽ മുഴങ്ങിത്തുടങ്ങി. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് ആശംസിച്ചുകൊണ്ട് നൈനു ന്യൂസ് ഡെസ്ക്.